नमस्ते मेरे प्यारे बच्चों, आप सभी को मैम सहारा ऑनलाइन क्लास में स्वागत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദി. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 1, അതായത് ഇക്കായി ഏക്കിലെ പാർട്ട് 2 സെക്കൻഡ് ലെസണായ ടി വി അല്ലേ. മനോഹരമായ ഒരു സ്ക്രീൻ പ്ലേ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് പാഠത്തിലൂടെയാണെങ്കിൽ ശരിക്കും നാം കാണുക തന്നെയായിരുന്നു. അപ്പോൾ ഇനി ആ പാഠത്തിലുള്ള ആ ലെസണിലുള്ള ഗതിവിധിയ, അതായത് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ആക്ടിവിറ്റീസ് നോക്കാൻ റെഡിയാണല്ലോ. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് വേണം. ടെക്സ്റ്റും ഒരു ഷാർപ്പൺ ചെയ്ത പെൻസിൽ കൂടി എടുക്കണം. നമുക്ക് മീനിങ്സും എല്ലാം പറഞ്ഞു തന്നെ പോകുക. എഴുതുമ്പോൾ അത് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്നും ടീച്ചർ പറഞ്ഞു തരും. ഓക്കെ മക്കളെ. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ക്ലാസ്സുകൾ കണ്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാമർ ക്ലാസ്സുകൾ വരുന്ന ടൈമിൽ അത് മിസ് ചെയ്യാതെ അത് കാണുക. ആ ക്ലാസ്സുകൾ, ഗ്രാമർ ക്ലാസ്സുകൾ കാണുന്നത് മുന്നോട്ടുള്ള പഠനത്തിന് വളരെ സഹായകരമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേഖിയേ ബച്ചോ, ആദ്യം നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുന്ന ടൈമിൽ ആ നോട്ട്ബുക്കിൽ തീർച്ചയായിട്ടും ലെസൺ, എത്രാമത്തെ ലെസൺ ആണെന്നും ലെസണിൻ്റെ പേര്, പിന്നെയോ അത് എന്താണ്, ഏത് പ്രോക്തിയാണെന്നുള്ളത് അത് കാണിക്കണം. അതുപോലെ അതിൻ്റെ റൈറ്റർ. ഇത് ഇത്രയും എഴുതി മാത്രമേ എപ്പോഴും ഹിന്ദിയിലൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്യാവൂ. നോക്കൂ മക്കളെ, പാഠ് 2 ടി വി എന്ന് പറയുന്നത് ഒരു പട്കഥയാണ് അല്ലേ, സ്ക്രീൻ പ്ലേ. പിന്നെയോ ആരാണ് ഇതിൻ്റെ റൈറ്റർ? വരുൺ ഗ്രോവർ അല്ലേ. നോക്കൂ, ഇനി ശബ്ദാർത്ഥ് യാനി ഗ്ലോസറി. നോക്കൂ മക്കളെ, കച്ചി സടക് എന്ന് പറഞ്ഞാൽ മണ്ണ് റോഡ്, മെറ്റലും ടാറൊന്നും കൊണ്ട് ഉറപ്പിക്കാത്ത റോഡ്. കരീബൻ ഏകദേശം, എബൌട്ട്. ഹാവി കീഴടക്കി വയ്ക്കുന്ന, അതായത് ഡൊമിനൻ്റ്. ചുക്കിന ടു ബെൻഡ്, കുനിയുക. देखिए, ഫൈൽന വ്യാപിക്കുക. ഫൈൽന മനെ സ്പ്രെഡ് ചെയ്യുക, വ്യാപിക്കുക. മക്കോട ചെറിയ പ്രാണി, പുഴു ഒക്കെയാണ് ചെറിയ പ്രാണി. ഖടാഹോന നിൽക്കുക, ടു സ്റ്റാൻഡ്. ബീച്ച് മേ ടോക്കിന ഇടപെടുക, നമുക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കും. ബീച്ച് മേ ടോക്കിന, ഒരു രണ്ടുപേര് സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിനാണ് ബീച്ച് മേ ടോക്കിന എന്ന് പറയുന്നത്. നെക്സ്റ്റ് രോക്കിന എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിവെൻറ്റ് ചെയ്യുക, തടയുക. കസം ഖാന എന്ത് ചെയ്യാണ്? നാം ശപഥം ചെയ്ത്, അതായത് സത്യം ചെയ്യുക. പകടണ്ടി ചെറിയ വഴി, സ്മോൾ റോഡ്. ചോട്ടി കൊടുമുടി, പീക്ക്. ഖുമാന കറക്കുക, ടു റിവോൾവ്, ഇങ്ങനെ വെച്ച് കറക്കുക. ഖോന മുഴുകുക, നാം എന്താണോ ചെയ്തുകൊണ്ട് അതിലേക്ക് നാം കൂടുതൽ മുഴുകുക. ടു ബി ലോസ്റ്റിന്, അതിനകത്തേക്ക് ഇറങ്ങുക. ടക്കി ടക്കി ലഗായെ ദേഖിന, അതായത് നിർനിമേഷരായി നോക്കുക. ടു സ്റ്റെയർ, അതായത് ശരിക്കും നമ്മൾ അസ്റ്റോണിഷ് ആയിട്ട് ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കൂലേ, അതിനെയാണ് പറയുന്നത്. ചാങ്കി ദൃശ്യം, അതായത് കാഴ്ച. ജാദു ഇന്ദ്രജാലം, മാജിക്. തേസീസെ മാനെ വേഗത്തിൽ, സ്പീഡായിട്ട്. ജോർസെ ശക്തമായി, അതായത് നമ്മുടെ ശരിക്കും നമ്മുടെ ഫുൾ ഫോഴ്സ് എടുത്ത് ചെയ്യുന്നത്. ജൽദീസെ വേഗത്തിൽ, ക്യുക്കിലി. ചേമ്പിന ലജ്ജിക്കുക, ഷെയിം, അതായത് നാം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് ഷെയിം ആവൂലേ, അത് തന്നെയാണ് സംഭവം. ബഗൽ വശം, സൈഡ്. മോഡ് വളവ്, ടേണിങ്. റോഡിൽ കണ്ട ആ മോഡിനെ കുറിച്ച് പറയുന്നില്ലേ, ആ മോഡ്, വളവുള്ള റോഡിൻ്റെ വളവ് ഭാഗത്തെയാണ് പറയുന്നത്. മക്ക ഉറപ്പുള്ള, പക്ക ഉറപ്പുള്ള, നല്ല, അതായത് നമ്മുടെ ഉറച്ച, ഇപ്പോൾ പക്ക ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം, അത് തന്നെയാണ്. ധ്യാൻസെ ശ്രദ്ധയോടെ, കെയർഫുള്ളി. അന്ധേര ഇരുട്ട്, ഛത്ത് മേൽക്കൂര. ടണ്ട സ്റ്റിക്ക് അല്ലെങ്കിൽ വടി.
ഹിമ്മത്ത് ഹാർന ധൈര്യം നഷ്ടപ്പെടുക. ബേഹദ് ലിമിറ്റ്ലെസ്, അതായത് നാം ഒരു പരിധിയില്ലാത്ത രീതിയിൽ. രാസ്ത ഖോജാന വഴിതെറ്റുക. ഹതാശ ഡിസപ്പോയിൻമെൻറ്റ് നിരാശ, നമുക്ക് നാം ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ചെഹര ഉദർന മുഖം പാടുക, അതായത് നാം വിചാരിച്ച കാര്യം നടക്കാതിരിക്കപ്പോഴും ദുഃഖം വരുമ്പോഴും നമ്മുടെ മുഖത്തൊരു വല്ലാത്തൊരു വിഷമം വരും. അതിനെയാണ് ചെഹര ഉദർന എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ദേർ ശ്യാം, അതായത് ശ്യാമനെ സന്ധ്യ, അപ്പോൾ സന്ധ്യ കഴിഞ്ഞ്. ഡരോ മത്ത് പേടിക്കരുത്. മത്ത് മാനെ നോ അല്ലേ, മത്ത് നെഹി. ഡരോ മത്ത് പേടിക്കരുത്, ഡോൺ അഫ്രൈഡ്. മൂ ദേഖ്ന നോക്കുക, ടു സീ വൺസ് ഫേസ്, അതായത് ഒരാളുടെ മുഖത്തേക്ക് നോക്കുക. ഗോദ് മടിത്തട്ട് ലാപ്പ്. ശൈത്താനി കുസൃതി നോട്ടി. ദീവാന ഭ്രാന്തൻ, അതായത് മാഡ്മാൻ. ശരിക്കും ഇവിടെ ഭ്രാന്തൻ എന്നുള്ള മീനിങ് അല്ല, അതിനോട് കൂടുതൽ അഡിക്റ്റ് ആയി എന്നുള്ളൊരു രീതിയിൽ പറയുന്നതാണ്. സീത നേരെയുള്ള, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി. ശീശ കണ്ണാടി. ഹൽക്ക മീൻസ് പത്തല, അതായത് വെയിറ്റ് ഇല്ലാത്ത നേരിയ രീതിയിലുള്ള. രോഷ്നി പ്രകാശം. പൽ നിമിഷം, ഓരോ മൊമെൻറ്റും. अब एक्सरसाइज की ओर चलते हैं. पहला एक्सरसाइज क्या है? ഡയറി ലിഖിം. അതിലെ ടെക്സ്റ്റിലുള്ള ആദ്യത്തെ എക്സർസൈസ് എന്താണ്? ഡയറി ലിഖിം എന്ന എക്സർസൈസ് ആണ് അല്ലേ. അവിടെ എന്താണ് ഡയറിയെ കുറിച്ച് പറയുന്നത്? ഗോബു ഘർ പഹുഞ്ച, ഗോബു എന്ത് ചെയ്തു? വീട്ടിലെത്തിച്ചേർന്നു. ഓ യാദോമേ ഖോഗയ, അവൻ എന്ത് ചെയ്തു? ഓർമ്മകളിൽ മുഴുകി. ഫിർ ഡയറി ലിഖിനെ ലഗ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടാണ് ആദ്യം സംഭവിച്ച ഓർമ്മകളിലെല്ലാം മുഴുകി. അത് കഴിഞ്ഞതിന് ശേഷം ഡയറി എഴുതാൻ തുടങ്ങുന്നു. ലിഖേൽ ഗോബു കി ഡയറി, അപ്പോൾ ഗോബു എഴുതുന്ന രീതിയിൽ ഗോബുവിൻ്റെ ഡയറി നമുക്കൊന്ന് എഴുതാം. നോക്കൂ മക്കളെ, താരിഖ്. ഡയറി എഴുതുമ്പോൾ നാം ലെഫ്റ്റ് സൈഡിൽ ആദ്യം എന്ത് ചെയ്തും? എഴുതുന്ന ദിവസത്തെ ഡേറ്റ് അല്ലേ, താരീഖ്. അവിടെ താരീഖ് ഡേറ്റ്, താരീഖ് മാനെ ഡേറ്റ്. പിന്നെയോ ആജ് കെ ദിൻ കെ ബാരെ മേ മൈ ക്യാ ലിഖും, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ എന്താ എഴുതേണ്ടത്? दोपहर के बाद 2 बजे हम निकले, ഉച്ചയ്ക്ക് ശേഷം. दोपहर के बाद ഉച്ച കഴിഞ്ഞ് നാം എന്ത് ചെയ്തു? 2 മണിക്ക് ഞങ്ങൾ നികലെ, ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ലല്ലു ഓർ ചുന്നി മേരെ സാത്ത് ഥി, ലല്ലുവും ചുന്നിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മേരെ സാത്ത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. मैं जानता था कि मनोहर चाचा के घर में टीवी है. मैं जानता था कि, എനിക്കറിയാമായിരുന്നു, മനോഹർ ചാച്ചയുടെ വീട്ടിൽ TV ഉണ്ടെന്ന്. മനോഹർ ചാച്ചക്കെ ഘർമേ, മനോഹർ ചാച്ചയുടെ വീട്ടിൽ TV ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. चाचा माने चिट्टप्पन. पहले हमने पहाड़ की चोटी के नीचे जाकर वो टावर देखा जिसमें से टीवी पर तस्वीरें आती है. പഹലെ മാനെ ആദ്യം എന്താ? ഹംനെ ഞങ്ങൾ എന്ത് ചെയ്തു? പഹാഡ് മാനെ പർവ്വതം അല്ലേ. പഹാഡ് അവിടെ എന്ത് ചെയ്യുന്നു? പർവ്വതത്തിന്റെ താഴെയുള്ള അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അവിടെയാണ് TV-യിലെ ചിത്രങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് സിഗ്നൽ കാണിക്കാനായിട്ടുള്ള ടവർ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കുന്നിൻ്റെ അല്ലെങ്കിൽ മലയുടെ താഴെ ചെന്നിട്ട് എന്ത് ചെയ്തു? ജാക്കർ അവിടെ പോയി ടവർ, സിഗ്നലൊക്കെ വരുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ടവർ കണ്ടു. ആ ടവറിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ജിസ്മേംസെ, ആ ടവറിൽ നിന്നാണ് TV-യിൽ തസ്വീരയും ചിത്രങ്ങൾ, TV-യിലെ പിക്ചേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ എവിടെയും നിങ്ങൾക്കറിയാം, ഇന്ന് മൊബൈൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടവർ വേണം അല്ലേ. TV-ക്കും എന്ത് വേണം? ടവർ വേണം. അപ്പോൾ ആ ടവർ കാണാനായിട്ട് ആദ്യം കുട്ടികൾ അങ്ങോട്ട് പോയി. പിന്നെയോ ഫിർ ഹം സടക്ക് പാർ കർക്കെ ഏക്ക് ഗലീമേ പഹുഞ്ചേ, പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു? പിന്നീട് ഹം സടക്ക് പാർ കർക്കെ, ഞങ്ങൾ എന്ത് ചെയ്തു? റോഡൊക്കെ പാർ കർന ക്രോസ് ചെയ്യുക, റോഡ് ക്രോസ് ചെയ്ത് ഏക്ക് ഗലീമേ പഹുഞ്ചേ, എവിടെ എത്തി? ഒരു തെരുവിലെത്തി. ഗലി സ്ട്രീറ്റ്, ഒരു തെരുവിലെത്തി. चाचा ने कहा था कि सिर्फ उनके घर पर TV और TV के एंटीना हैं.
ചാച്ച ചിറ്റപ്പൻ പറഞ്ഞിട്ടുണ്ട്, ചിറ്റപ്പൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കീ ലെഫ്റ്റ് സൈഡിലാണ് ഈ ചിഹ്നം. പറഞ്ഞ കാര്യം ഇനിയാണ് പറയാൻ പോകുന്നത്. എന്തെന്നാൽ സിർഫ് മുൻകേ ഘർമേം, അദ്ദേഹത്തിൻ്റെ സിർഫ് മാത്രം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം എന്തുണ്ട്? ടി വി ഉണ്ട്. ഓർ ടി വി കാ ആൻറ്റിന ഹെ, ടി വിയും ആൻറ്റിനയും ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേക്കിൻ വഹാം ഹംനെ സബ് ഘരോം കെ ഊപ്പർ ആൻറ്റിന ദേഖ, എന്നാൽ വഹാം അവിടെ, ഹംനെ ഞങ്ങൾ, സബ് ഘരോം കെ ഊപ്പർ എല്ലാ വീടുകളുടെയും മുകളിൽ എന്ത് കണ്ടു? ആൻറ്റിന കണ്ടു. അപ്പം ചിറ്റപ്പൻ എന്ത് ചെയ്താണ്? ആ ഒരു കൊച്ചു കള്ളം പറഞ്ഞതാണ് അല്ലേ? നോക്കൂ, രാസ്ത ഖോനെ ഓർ രാത്ത് ഹോനെ സെ ചുന്നി രോനെ ലഗി. രാസ്ത ഹോന അല്ലേ, വഴി തെറ്റിയത് കൊണ്ടും, രാത്ത് ഹോനെ നോക്കൂ, രാത്രി ആയതുകൊണ്ടും, ചുന്നി രോനെ ലഗി, ചുന്നി എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. ഫീഡ് ഹംസെ ബാത്തേം പൂച്ചത്തെ വക്ത് മനോഹർ ചാച്ചാനെ ആക്കർ മുച്ചെ ഉഠായ. ഫീഡ് മാനെ ആൾക്കൂട്ടം. അവിടെ പെട്ടെന്ന് കുട്ടികളുടെ കരച്ചിൽ കണ്ട പെട്ടെന്ന് ആളുകൾ തിക്കി കൂടിയില്ലേ മക്കളെ? യെസ്. അപ്പോൾ ആ തിരക്കിലുള്ളവർ എന്ത് ചെയ്തു? കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയം മനോഹർ ചിറ്റപ്പൻ അവിടെ എത്തുകയും മുച്ചെ ഉഠായ, എന്നെ എടുക്കുകയും ചെയ്തു അല്ലേ? ഫിർ ഹം ഉൻകെ ഘർ ജാക്കർ, അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ടി വി ദേഖിനെ ബൈഠി, ടി വി കാണാനായിട്ട് ഇരുന്നു. ടി വി മേം തസ്വീർ ആനെ വാലി ഥി, ടി വിയിൽ എന്താണ്? ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തബ് അപ്പോൾ എന്താണ്? ചിത്രം അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? നമുക്ക് ഓർമ്മയുണ്ടല്ലേ? യെസ്, ബിജലി ചലി ഗയി, കറണ്ട് പോയി അല്ലേ? ബിജലി മാനെ ഇലക്ട്രിസിറ്റി, കറണ്ട് പോയി, പവർ സപ്ലൈ പോയി. ഹം ഹതാശ ഹോ ബൈഠെ, നമ്മൾ എന്ത് ചെയ്തു? ഹതാശ, നിരാശരായിട്ട് അവിടെ ഇരുന്നു. അകലെ ഹഫ്തെ ഹം വഹാൻ ജാക്കർ ടി വി ദേഖേങ്കെ, അപ്പം നാം എന്ത് ചെയ്യും? ഇനി അടുത്ത ആഴ്ച അവിടെ പോയി സി വി ജറൂർ ദേഖേങ്കി അല്ലേ? ടി വി തീർച്ചയായിട്ടും കാണും. കാരണം അത്രയ്ക്ക് ആഗ്രഹമാണ് ടി വി കാണാനായിട്ട് കുട്ടികളുടെ മനസ്സിലുള്ളത് എന്നർത്ഥം. അപ്പോൾ ഡയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത എക്സർസൈസിലേക്ക് പോകാം. അടുത്ത എക്സർസൈസ് എന്താണ്? പട്കഥയ്ക്ക് ആധാർ പർ, സ്ക്രീൻ പ്ലേ, ഇത് സ്ക്രീൻ പ്ലേ ആണ് അല്ലേ? ആ പട്കഥയുടെ ബേസിൽ നമ്മൾ ഒരു താലികാക്കി പൂർത്തീകര, താഴെ കൊടുത്തിട്ടുള്ള ഈ താലിക, ഈ കോളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ ദൃശ്യമാണ് അല്ലേ? ദൃശ്യമാണ്. രണ്ടാമത്തേൽ സ്ഥലമാണ്, പിന്നെ സമയ, പിന്നെ ഘടന, സംഭവങ്ങൾ, പിന്നെ പാത്ര, അതിൽ അഭിനയിച്ചവരാരൊക്കെയാണെന്നാണ്. അപ്പോൾ അവിടെ ക്രമ നമ്പർ 1 ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ദൃശ്യത്തിൽ നാം എന്ത് ചെയ്തു? സ്ഥലം ഏതാണ്? ഗോപുക്കെ കർക്കെ ബാഹർക്കി കച്ചി സ്ഥലം, ഗോപുവിൻ്റെ വീട്ടിന് പുറത്തുള്ള മണ്ണ് റോഡ് അല്ലേ? പിന്നെയോ സമയം എത്രയായിരുന്നു കുട്ടികൾ തിരിച്ചത്? ദോപഹർ 2 ബജെ. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ പട്കഥ, നാം പഠിച്ച പട്കഥ അപ്പോൾ ശരിക്കും മനസ്സിലെത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നല്ല റെയിൻ പോലെ, ബർസാത്ത്, ബാരിഷ് പോലെ എന്ത് ചെയ്യാം? പറന്നങ്ങ് ആൻസർ അങ്ങ് പറയാൻ പറ്റും. നോക്കൂ, ഘടന എന്താണ്? ഗോപു, ചുന്നി ഓർ ലല്ലു ചുപ്കെ സെ ടി വി ദേഖിനെ നികൽത്തെ ഹെ. എന്താണ് അവിടുത്തെ സംഭവം? ഗോപുവും ചുന്നിയും ലല്ലുവും എന്ത് ചെയ്യുന്നു? രഹസ്യമായിട്ട് ഒളിച്ചാണ് പോകുന്നത്. എല്ലാവരുടെ അടുത്തും പറഞ്ഞ് യാത്ര ചോദിച്ചാണോ പോകുന്നത്? അല്ല, ടി വി കാണാനായിട്ട് പുറപ്പെടുന്നു. ആരൊക്കെയാണ് അവിടുത്തെ അവിടുത്തെ അഭിനേതാക്കൾ, അവിടുത്തെ കഥാപാത്രങ്ങൾ? ഗോപുവും ചുന്നിയും ലല്ലുവും അല്ലേ? ഇനി രണ്ടാമത്തെ ദൃശ്യത്തിലോ പഹാഡിക്ക് പകടണ്ടി അല്ലേ? പർവ്വതത്തിൻ്റെ ഒരു താഴ്വര, അങ്ങോട്ടുള്ള വഴിയിൽ അവിടെയുള്ള എന്താണ്? ചെറിയ റോഡ്. നോക്കൂ, ദോപഹർക്കെ ബാദ് 3 ബജെ, അവിടെ എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് 3 മണിയായി. ബच्चे पहाड़ी की पगडंडी पर चलकर सामने की चोटी पर टीवी ടവർ ദേഖ്തേ ഹെ. ആദ്യം അവർ എന്താണ് കണ്ടത്? അവിടെ റോഡിൻ്റെ വഴിയിലുള്ള കുന്നിൻ്റെ മുകളിലായിട്ട് നല്ല ഹൈറ്റിലായിട്ട് ടി വിയുടെ ടവർ വെച്ചിട്ടുണ്ട്. അതാണ് അവർ കണ്ടത് അല്ലേ? അപ്പോഴും കഥാപാത്രങ്ങൾ ആരൊക്കെ തന്നെയാണ്? ഗോപുവും ചുന്നിയും ലല്ലുവുമാണ് അല്ലേ? ഇനി മൂന്നാമത്തെ സംഭവം, മൂന്നാമത്തെ ദൃശ്യം എന്താണ്? മനോഹർ ചാച്ചാക്ക് ഘർക്കാ കമര, മനോഹർ ചാച്ചയുടെ വീടിലെ മുറി അല്ലേ? അവിടെ എന്താണ്? സുബഹ 8 ബജെ, രാവിലെ 8 മണിയാണ്. അപ്പം അത് നമ്മുടെ ഗോപുവിൻ്റെ ഓർമ്മയിലെ ഭാഗമായിട്ടാണ് അല്ലേ? 26 അല്ലേ? 26 ജനുവരിക്ക് പരേഡിക്ക് ചാങ്കിയാം ടി വി മേൻ ദേഖ്തേ ഹെ. അപ്പോൾ റിപ്പബ്ലിക് ഡേയിലെ
പരേഡിൻ്റെ ദൃശ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ടി വിയിൽ കാണിക്കുന്നു. അപ്പോൾ അവിടെ ആരൊക്കെയായിരുന്നു കാണുന്ന റൂമിൽ? ഗോപു ഉണ്ട്, ബാബ അല്ലേ, ഗോപുവിൻ്റെ അച്ഛനുണ്ട്, മനോഹർ ചാച്ചയുണ്ട്. ഇനി നാലാമത്തെ ദൃശ്യം അല്ലേ, ചൗദാ ദൃശ്യ ക്യാ ഹേ, പഹാഡി സടക്ക്. വീണ്ടും പഴയ ദൃശ്യത്തിലേക്ക്, പഹാഡി സടക്കിലേക്ക് വരികയാണ്. അവിടുത്തെ താഴ്വരയിലെ റോഡിലേക്ക് വരികയാണ്. ശ്യാം 4 ബജെ, അപ്പോഴേക്കും വൈകുന്നേരം 4 മണി. തീനോ ബെച്ച് സടക്ക് പാർ കർത്തേ ഹെ, ആ റോഡ് എന്ത് ചെയ്യുന്നു, പഹാഡി സടക്ക്, അവിടുത്തെ റോഡ് എന്ത് ചെയ്യുന്നു, കുട്ടികൾ 3 പേരും പാർ കർത്തേ, പാർ കർന ക്രോസ് ചെയ്യുക. അവിടെ ആരൊക്കെയാണ് കാണുന്നത്? ഗോപു, ചുന്നി, ലല്ലു, പിന്നെ ഒരാളെയും കൂടെ നമ്മൾ കണ്ടു. ആരായിരുന്നു? ജി ബസ് ഡ്രൈവർ അല്ലേ. ബസ്സിൻ്റെ കുറുകെയൊക്കെ കുട്ടികൾ ബസ് വരാൻ ഓടിയൊക്കെ അപ്പുറത്ത് പോകുന്നു അല്ലേ. ഡ്രൈവർ ദേഷ്യപ്പെടുന്നതൊക്കെ നാം കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഡ്രൈവറും കൂടെ ഉണ്ട് കഥാപാത്രം. അപ്പോൾ പാഞ്ച്വാൻ ദൃശ്യ ക്യാ ഹേ, കസ്ബേ കി സബ്ജി മണ്ഡി അല്ലേ, പച്ചക്കറി മാർക്കറ്റിൻ്റെ ആ ഭാഗത്ത് അല്ലേ. പിന്നെയോ അപ്പോൾ സമയം എത്രയായി? 5, ശാം 5 ബജെ. പിന്നെയോ മണ്ടിമേ ഗോപു और ചുന്നി ആകെ ചലത്തെ ഹെ और ലല്ലു പീച്ചെ. അവിടെ നാം കണ്ടു, ഗോപുവും ചുന്നിയും കൂടെ എളുപ്പം ഓടുന്നു, ലല്ലുവിനെ കാണാനില്ല, അവൻ കുറച്ച് ബാക്കിലായിട്ടാണ് വരുന്നത്. നോക്കൂ, ചുന്നി, ഗോപു, ലല്ലു, പിന്നെയോ നല്ല ലംബാത്മി. ലംബാത്മി എന്താണ് വന്ന്? ലംബാത്മി വന്ന് എന്ത് ചെയ്യുന്നു? തട്ടിയത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു കഥാപാത്രം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, നല്ല ഉയരമുള്ള മനുഷ്യൻ അല്ലേ. ഇനി നോക്കൂ, നെക്സ്റ്റ് ചടാ ദൃശ്യ ക്യാ ഹേ, കസ്ബേ കി ഗലി അല്ലേ, തെരുവ്, അവിടുത്തെ ഒരു തെരുവ്. എന്നിട്ടോ ശാം കാ സമയം, അപ്പോഴേക്കും നല്ലതുപോലെ ഇരുട്ടി വരുന്ന ഒരു വൈകുന്നേരമായി. തീനോം വെച്ച് രാസ്ത ഖോ ജാത്തെ ഹെ, 3 കുട്ടികൾക്കും വഴി തെറ്റുന്നു. ഓർ വേ രോത്തെ ഹെ, കുട്ടികൾ കരയുന്ന ഒരു സംഭവം. അവിടെ ആരൊക്കെയാണ് നാം കാണുന്ന? 3 കുട്ടികളുമാണ് അല്ലേ, ഗോപു, ലല്ലു, ചുന്നി. ഇനി നോക്കൂ, പിന്നെയോ സാത്വൻ ദൃശ്യമേ ക്യാ ഹേ, കസ്ബേക്ക് സടക്ക് അല്ലേ, കസ്ബയിലെ റോഡ്. ദേർ ശാം കാ സമയ്, അപ്പോഴേക്കും കുറച്ചുകൂടി ഇരുട്ടി അല്ലേ. മനോഹർ ചാക്ക അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളുടെ അടുത്ത് ആര് വന്നു എന്ന് പറഞ്ഞു? ചിറ്റപ്പൻ ഓടിയെത്തി അല്ലേ. മനോഹർ ചാക്കർ ബച്ചോം കോ ലേ ജാത്ത, കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നു അല്ലേ. ഗോപുവിനെ എടുക്കുന്നു, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. കസ്ബേ വാല, അപ്പോൾ അവിടെ കസ്ബേ വാല 1, 2. അപ്പോൾ 1, 2 അവിടുത്തെ നാട്ടുകാരായ 1, 2 പേരുണ്ട്. കാരണം അവർ കുട്ടികളോട് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചിറ്റപ്പൻ അവിടെ മനോഹർ ചാച്ച എത്തുന്നത്. ലല്ലുവും ഗോപു, ചുന്നിയും ഗോപുവും പിന്നെ മനോഹർ ചാച്ചയും അല്ലേ. ഇനി ലാസ്റ്റ് ദൃശ്യ, 8വീं ദൃശ്യക്കായ മനോഹർ ചാച്ചാക്ക ഘർ, മനോഹർ ചാച്ചയുടെ വീട്ടിലെത്തുന്നു. രാത്രി സമയം. അവിടെ ആരൊക്കെയുണ്ട്? കഥാപാത്രങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ദൃശ്യത്തിൽ ആരൊക്കെയാണ് കാണിക്കുന്നത്? ഒരു സംഭവത്തിൽ ഗോപുവും ചുന്നിയും, പിന്നെ ഗോപു, ചുന്നി और ലല്ലു മനോഹർ ചാച്ചാക്കെ കർമ്മ TV ദേഖനെ ബൈഠത്തെ. എല്ലാവരും കൂടെ പഴയത് ആദ്യം കാണിച്ചതുപോലെ മനോഹർ ചാച്ചയുടെ മുറിയിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കഥാപാത്രങ്ങൾ മാറ്റമുണ്ട് അല്ലേ. മുറിയിൽ TV കാണാനായിട്ടിരിക്കുന്നു. ഇനി നോക്കൂ, ഇനി അടുത്ത ദൃശ്യത്തിൽ ആരൊക്കെയാണുള്ളത്? അപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനത്തെ ബാബ, മനോഹർ, ഗോപു, ചുന്നി, ലല്ലു. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ പട്കഥയുടെ ബേസിൽ നാം ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ മക്കളെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഗതിവിധി എന്താണ്? പട്കഥാക്ക് മൂൽ കഥ പന്ന 24 में है पढ़े, कहानी की घटनाओं को क्रम से लिखें. അപ്പോൾ പേജ് നമ്പർ 24 അതിൻ്റെ മൂൽ കഥ. അപ്പോൾ അത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കഹാനിക്ക് ഘടന, ഉണ്ടായ സംഭവങ്ങളെ ക്രമമനുസരിച്ച്, ഓർഡർ അനുസരിച്ച് എഴുതാം. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നാം എന്ത് ചെയ്യണം? ക്രമസംഖ്യ കോളത്തിൽ സംഭവങ്ങൾ 1 2 3 2 അങ്ങനെ നാം 1 2 3 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നാം മറ്റതിൽ എഴുതിയതുപോലെ തന്നെ ഘടനകൾ അല്ലേ. നോക്കൂ, പല ഘടന एक अले एक क्या है? गोबू ने चुन्नी को 2 मकोड़ों की कसम खिलाई. ആദ്യം ഗോപു എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചെറിയ പ്രാണികളെ കൊണ്ട്, ചുന്നിയെ കൊണ്ട് എന്ത് ചെയ്യുന്നു? സത്യം എടുപ്പിക്കുന്നു. അതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമതോ, दूसरे गाँव जाकर TV देखने के लिए गोबू, चुन्नी और लल्लू घर से निकले. അടുത്ത ഗ്രാമത്തിലേക്ക് പോയി TV കാണാൻ വേണ്ടിയിട്ട് അവർ 3 പേരും കൂടി വീട്ടിൽ നിന്നും പുറപ്പെടുന്നു. देन 3 पहाड़ पर चढ़कर वे दूसरे गाँव पहुँचे. മലയൊക്കെ പഹാടൊക്കെ ചവിട്ടി കയറി അവർ എന്ത് ചെയ്യുന്നു? അടുത്ത ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. ദെൻ
4 दूसरे गाँव चलते वक्त उन्होंने टीवी ടവർ ദേഖ. ആ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ടിവിയുടെ ടവറും കാണുന്നു. ദെൻ 5 ഗോപു ടിവി കി യാദോ മേ ഖോ ഗയ. ഗോപു എന്ത് ചെയ്യുന്നു? ആ ടിവിയുടെ ഓർമ്മകളിൽ മുഴുകുന്നു. യാദോ മേ ഖോന ഓർമ്മകളിൽ മുഴുകുന്നു. देन 6 पहाड़ी सड़क में वे एक बस के आगे पड़े. അപ്പോൾ പഹാഡി സടക്കിൽ എത്തിയപ്പോൾ പർവ്വത പ്രദേശത്തെ ആ റോഡ് ഭാഗത്ത് എത്തിയപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ എന്ത് സംഭവിക്കുന്നു? ആ ബസ്സിൻ്റെ മുൻപിൽ പെട്ടുപോകുന്നു കുട്ടികൾ അല്ലേ. ദെൻ 7 സബ്ജി മണ്ഡി മേ ലല്ലു തോടാ പീച്ചെ ഹോ ഗയ. ആ സബ്ജി മണ്ഡി അവിടെ വെജിറ്റബിൾ മാർക്കറ്റിന് അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യുന്നു? ലല്ലു ഒരല്പം പിന്നിലേക്കായി പോകുന്നു. ദെൻ 8 ഗോപു മനോഹർ ചാച്ച കാ ഘർ ടൂണ്ടിനെ ലഗ. ഗോപു എന്ത് ചെയ്യുന്നു? മനോഹർ ചിറ്റപ്പൻ്റെ വീട് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ദെൻ 9 ഗോപുവിനെ മനോഹർ ചാച്ച കാ ഘർ നഹീം പഹച്ചാന. ഗോപു എന്ത് ചെയ്യുന്നു? മനോഹർ ചാച്ചയുടെ വീട് മനസ്സിലാകുന്നില്ല. ആൻറ്റിനെയും ഒക്കെ വെച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാ വീടുകളിലും എന്തുണ്ട്? ടിവിയുടെ ആൻറ്റിന ഉണ്ട് അല്ലേ. അബ് 10 തീനോ ബെച്ചെ രോനയിലേക്ക്. എന്താണ് 10ാമത്തെ സംഭവം? ആ കുട്ടികൾ കരയാൻ തുടങ്ങുന്നു. ദെൻ 11 गांव के लोगों ने उनसे प्रश्न पूछे और दुलार भी किए. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവരുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദെൻ 12 മനോഹർ ചാച്ച ആക്കർ ഉന്നെ അപ്പനെ ഘർ ലേ ഗയ. മനോഹർ ചാച്ച എത്തുന്നു, കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ദെൻ 13 ദിത്തീനോം ചാവ്സെ ടി വി ദേഖിനെ ബൈഠെ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? വളരെ ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ടി വി കാണാനായിട്ട് ഇരിക്കുന്നു. ദെൻ 14 ടി വി സെ ആവാസ് ഔർ ഹൽക്കി രോശിനി ആത്തെ വക്ത് ബിജലി ചലി ഗയി. വളരെ ആഗ്രഹത്തോടു കൂടി ഇരുന്ന കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്? ടി വിയിൽ നിന്ന് ശബ്ദം വന്നു, വെളിച്ചം വന്നു, ചിത്രം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പവർ കട്ട് ഉണ്ടാകുന്നു അല്ലേ. ഇലക്ട്രിസിറ്റി സപ്ലൈ ഫെയിലാകുന്നു, കറണ്ട് പോയി. കുട്ടികൾ അന്നേരത്തെ ആ കുട്ടികളുടെ ആ ഒരു ദുഃഖം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. നോക്കൂ മക്കളെ. അപ്പോൾ പട്കഥ और कहानी की तुलना करे ടിപ്പണിയിലേക്ക്. നമുക്ക് എന്ത് ചെയ്യാം? ഈ പട്കഥയും കഥയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട്, തുലന ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ്, ഒരു കുറിപ്പ് എഴുതാം. देखिए पटकथा लिखते समय कहानी को हम कई दृश्यों में बांटते हैं അല്ലേ. സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത്, പട്കഥ എഴുതുന്ന സമയത്ത് നാം എന്താണ് ചെയ്യുന്ന? കഥയെ എന്ത് ചെയ്യുന്നു? പല ദൃശ്യങ്ങളിൽ തമ്മിൽ യോജിപ്പിക്കുന്നു അല്ലേ. അതിനെ പല ദൃശ്യങ്ങളുമായിട്ട് ഒന്ന് കൂട്ടിക്കെട്ടുന്നു. അതായത് സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കുന്ന എന്താണ്? കഥയെ നമ്മൾ പല ദൃശ്യങ്ങൾ, പല പല രംഗങ്ങളാക്കുന്നു. ആ രംഗങ്ങളാക്കിയതിന് ശേഷം എന്താണ്? അതിനെ അങ്ങനെ രംഗങ്ങളാക്കിയിട്ടാണ് പരസ്പരം യോജിപ്പിക്കുന്നത് അല്ലേ. ഒരു സംഭവമായിരിക്കും, പക്ഷെ അതിനെ നാം ഓരോ സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളായിട്ട് തിരിച്ചെഴുതുന്നു. അതാണ് പട്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നത് അല്ലേ. കഹാനിയെ പട്കഥ ആക്കുമ്പോൾ നാം ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വെച്ച് നടക്കുന്നത്, പിന്നെ അടുത്ത് പുറത്തോട്ടിറങ്ങി സംസാരിക്കുന്നത്, എല്ലാം കഥയിൽ ഒരുമിച്ച് പോകും. പക്ഷേ നാം സ്ക്രീൻ പ്ലേ ആക്കുമ്പോൾ വീട്ടിൽ മാത്രം വെച്ച് നടക്കുന്നതിന് ഒരു രംഗമാക്കും, പുറത്തുപോയി സംസാരിക്കുമ്പോൾ അത് മറ്റൊരു രംഗമാക്കും, അങ്ങനെ മാറ്റിപ്പോൾ. നിങ്ങൾ സിനിമ കാണുന്നില്ലേ ശരിക്കും? അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി അടുത്തെന്താണ്? സമയ്ക്ക ഉല്ലേഖ് ഭി കർത്തേ ഹൈം. ആ സമയത്ത് എന്ത് ചെയ്യും? ഓരോ സംഭവങ്ങൾ, ഓരോ ദൃശ്യങ്ങൾ നടക്കുമ്പോൾ, ഓരോ രംഗങ്ങൾ നടക്കുമ്പോഴേക്കും ആ സമയം നാം എന്ത് ചെയ്യും? കറക്റ്റായിട്ട് അവിടെ കാണിച്ചിരിക്കും. പിന്നെയോ സംവാദോം കെ പഹലെ വഹാം കെ ദൃശ്യോം കെ വിസ്തൃത വർണ്ണൻ കി സരൂരത്ത് ഹെ. എന്ത് ചെയ്യും? സംവാദോം കെ പഹലെ, അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യും? വഹാം കെ ദൃശ്യം, ആ രംഗത്തെക്കുറിച്ച് ഒരു വിസ്തൃത അവർണ്ണൻ, അതായത് ഒരു വിശദമായ വിവരണം എന്ത് ചെയ്യും? ആവശ്യമാണ്. അപ്പോൾ എവിടെയും ഒരു സംഭവം, ഒരു ദൃശ്യം തുടങ്ങുന്നതിന് മുമ്പ്, ഒരു രംഗം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വിവരണം നൽകും. പിന്നെയോ ഫിർ ചോട്ടെ ചോട്ടെ വാക്യോം കെ ആകർഷക സംവാദ് ഭി ദേത്തെ ഹെ. എന്നിട്ട് എന്ത് ചെയ്യും? ചെറിയ ചെറിയ സെന്റൻസുകളിൽ ആകർഷകമായ സംഭാഷണം
ഭി ദേത്തെ കൊടുക്കുന്നു. അപ്പോൾ ആ സംഭാഷണത്തിൽ ശരിക്കും ആ ഒരു കഥാഭാഗം അതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ അവിടെ ചേർക്കുന്നു. അത് വളരെ ആകർഷകമായിരിക്കണം. പിന്നെയോ സംവാദ് സ്വാഭാവിക ഔർ പാത്രാനുകൂൽ ഹോനാ ചാഹി. ആ സംഭാഷണം കേൾക്കുമ്പോൾ എന്താണ് ശരിക്കും അത് സ്വാഭാവികമായിരിക്കണം. അതായത് അതിനകത്ത് തനിമയുണ്ടായിരിക്കണം. അതുപോലെ അതെങ്ങനെയും പാത്രാനുകൂൽ ആ കഥാപാത്രത്തിന് യോജിച്ചതും ആയിരിക്കണം. കഹാനി മേ കഹാനിക്കാർ ബാത്തോം കോ സീതാ കഹ്താ ജാത്താ ഹെ. എന്നാൽ കഥയിലാണെങ്കിലോ കഹാനിമേം കഹാനിക്കാർ കഥാകൃത്ത് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ സീതാ കഹ്താ ജാത്താ ഹെ, കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നേരെ ചൊവ്വെ അതങ്ങ് പറയുന്നു. അതായത് കഥയിൽ കാര്യങ്ങൾ പറഞ്ഞു മാത്രം പോകുന്നു അല്ലേ. എന്നാൽ നാം ഒരു പഴക്കഥ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, പാഠകോമേ രുചി ബെട്ടാനെ കെലിയെ ആകർഷക രൂപസെ കഹാനി തയ്യാർ കർത്താ ഹെ. പാഠകോമേ, പാഠകാരാണ് മക്കളെ, കഥ വായിക്കുന്നവർ അല്ലേ. കഥ വായിക്കുന്നവർ എന്ത് ചെയ്യണം, അവർക്ക് രുചി പെടാൻ, രുചി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കറിയുടെ രുചിയാണോ, അല്ല, ഇവിടുത്തെ രുചി തന്നെയാണ്. പക്ഷെ ആ രുചി എന്താണ്, നമുക്ക് കഥ വായിക്കാനുള്ള ഇൻട്രസ്റ്റ്, കഥ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കഥ നാം വായിക്കുള്ളൂ. ആ ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ കഥയിൽ നാം ചേർക്കണമെങ്കിലാണ് ആ കഥ കൂടുതൽ എല്ലാവരും വായിക്കാൻ ഇഷ്ടപ്പെടുക അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ എങ്ങനെയാണ്, വായിക്കുമ്പോൾ എന്ത് ചെയ്യും, നാം അറിയാതെ വായിച്ചുകൊണ്ട് ചിരിച്ചു പോകും അല്ലേ, തമാശകൾ നിറഞ്ഞതാണ്. അതുപോലെ ഒരു കഥാകൃത്താക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ കഥകളാണ് അല്ലേ. ഫിർ ഉസ്കെ അനുരൂപ് ശീർഷക് ഭി ദേത്താ ഹെ. അതുപോലെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ശീർഷക്, തലക്കെട്ട്, അല്ലെങ്കിൽ കഥയ്ക്ക് ഒരു നല്ല പേരുണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം, അതിന് യോജിക്കുന്ന രീതിയിലുള്ളത് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായല്ലോ ഈ തുലന. ഇനി അടുത്ത ഒരു എക്സസൈസിലേക്ക് പോകാം. നോക്കൂ, നമുക്ക് ഈ ഏതു പാഠത്തിലും സാധാരണ ചോദിക്കാറുള്ളത് ഒരു സംഭാഷണം അത് വരാറുണ്ടല്ലേ. മെയിനായിട്ടുള്ളൊരു 2 കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് ടി വി ദേഖിനെ കെ ലിയെ ദൂസരേ ഗാവ് ജാനെ കെ ബാദ്. ടി വി കാണാനായി അടുത്ത ഗ്രാമത്തിലേക്ക് പോയ എന്ത് ചെയ്തു ലല്ലു, അപ്പനെ ഘർ വാപ്പസ് ആയ, ലല്ലു എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലെത്തി. മാംസേ വ ബാത്തേം കർത്താ ഹെ. ലല്ലു അമ്മയോട് സംസാരിക്കുകയാണ്. ആ വാർത്താലാപ്, ഒരു സംഭാഷണം നമുക്ക് അവർ തമ്മിലുള്ള സംഭാഷണം ഒന്ന് എഴുതാം. നോക്കൂ മക്കളെ, ലല്ലു മാജി, അമ്മ വിളിക്കുകയാണ്. മാം ഗയ തൂനെ യഹ് ക്യാ കിയ ബേട്ട. അതായത് ആകയ, നീ വന്നോ, ആകയ വന്നോ, നീ എന്താ ഈ കാട്ടിയത് കുട്ടി എന്നാണ് ചോദിക്കുന്നത് അല്ലേ. മകനെ, നീ എന്താണ് ഈ കാണിച്ചത്. മാം ടി വി ദേഖിനെ ഗയാ ഥ. അമ്മേ, ഞാൻ ടി വി കാണാനാണ് പോയത്. തോ മുച്ഛ്സെ കഹേ ബിനാ ഗയാ. എന്നിട്ട് മുച്ഛ്സെ കഹേ ബിനാ ഗയാ, എന്നോട് പറയാതെ പോയോ. ടി വി കാണാനാണ് പോയത് കുട്ടി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേ എന്നോട് പറയാതെ പോയോ, അത് ശരിയാണോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ഗോപു ഫയ്യാനെ കഹാ ഥാ കി കിസിസെ മത് ബോൽ. ഗോപു ഫയ്യാനെ കഹാ. അപ്പോൾ അതായത് അവൻ്റെ ഗോപുവിനോടൊപ്പമാണ് ഗോപു ഫയ്യ പറഞ്ഞത് എന്താണ്, ഗോപു ബ്രദർ പറഞ്ഞത് എന്താണ്, ആരോടും പറയാതെ പോകാമെന്നാണ്. മാം മേ ഡർ ഗയി തി. ഞാൻ ഭയന്നുപോയി, കുട്ടിയെ കാണാതെ അമ്മ ഭയന്നുപോയി. ലല്ലു മാം ടി വി ബഹുത് അച്ചി ഹെ. അമ്മേ, ടി വി വളരെ മനോഹരമാണ്. മാം മനോഹർ ചാച്ചാക്കെ ഘർ മേ ഹേ നാ. മനോഹർ ചാച്ചയുടെ ചിറ്റപ്പൻ്റെ വീട്ടിലല്ലേ. ഹാം മാം ലേക്കിൻ ഹംനെ കോയി ദൃശ്യം ന ദേഖ. യെസ്, അതെ അമ്മേ. ലേക്കിൻ ബട്ട്, എന്നാൽ ഹംനെ കോയി ദൃശ്യം ന ദേഖ, നമ്മൾ ഒരു രംഗം പോലും, ഒരു കാഴ്ച, ഒരു ചിത്രം പോലും കണ്ടില്ല. അമ്മ ചോദിക്കുകയാണ്, ക്യോം, എന്തുകൊണ്ട്, നിങ്ങൾ അതുവരെ പോയതല്ലേ, പിന്നെ എന്തുകൊണ്ടൊന്നും കണ്ടില്ല. ലല്ലു ബിജലി ചലി ഗയി. കറണ്ട് പോയി അമ്മേ. മാം തോ നഹീം ദേഖ. അപ്പോൾ പിന്നെ കണ്ടില്ലേ. ലല്ലു ഫിർ ഏക് ബാർ ഹം ജായേങ്കി. ഇല്ല, ഇനി ഒരു തവണ കൂടി ഞങ്ങൾ പോകും. തബ് മുച്ഛ്സെ കഹ്കർ ജാന. അപ്പോൾ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ എന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും നിങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആക്കി നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു വാർത്താലാപം എഴുതാൻ നാം നല്ല പ്രാപ്തരായിട്ടിരിക്കണം. നോക്കൂ മക്കളെ, അടുത്ത വാക്യ പിരമിഡ് കി പൂർത്തീകരി. നമുക്ക് ഈ
വാക്യം ഈ സെൻറ്റൻസ് കൊണ്ട് ഈ പിരമിഡ് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണ്, 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഈ 2 സെൻറ്റൻസ് നമുക്കിവിടെ ഈ പിരമിഡിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിനൊരു ക്ലൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? TV കി, അടുത്തത് സുന്ദർ അല്ലേ. അപ്പം ഗോപു ആകെ ബെടുത്താ ഹേ, ഗോപു എന്ത് ചെയ്യുന്നു? മുന്നോട്ട് നീങ്ങുന്നു. പിന്നെയോ ഗോപു യാദോമേ ഖോയാ ഹുവാ ആകെ ബെടുത്തേ ഹേ, ഗോപു എന്താ ചെയ്യുന്നത്? ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ TV കി എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ്, ഇവിടെ ഗോപു ആകെ ബെടുത്തേ ഹേ അല്ലേ, ഗോപു ഇവിടെ ഉണ്ട്, ആകെ ബെടുത്തേ ഹേ. ഇവിടെ നാം ചേർത്തത് യാദോമേ ഖോയാ ഹുവാ എന്ന ഭാഗമാണ് നാം ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സെൻറ്റൻസിന് ഇനി അടുത്ത സെൻറ്റൻസ് കുറച്ചുകൂടി നീളം വരും. എന്ത് ചെയ്യും? TV കി എന്ന് ചേർക്കും. പിന്നെയോ സുന്ദർ എന്ന് ചേർത്ത് അടുത്ത സെൻറ്റൻസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ മക്കളെ, ഗോപു ആകെ ബെടുത്താ ഹേ അതിലുണ്ട്, ഗോപു യാദോമേ ഖോയാ ഹുവാ ആകെ ബെടുത്തേ ഹേ അതും ഉണ്ട്. അടുത്ത സെൻറ്റൻസ് നാം കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗോപു എന്ത് ചെയ്യുന്നു? TV കി യാദോമേ ഖോയാ ഹുവാ ആകെ ബെടുത്തേ ഹേ. കണ്ടോ, ഗോപു TV കി യാദോമേം. കണ്ടോ, ഇവിടെ എന്ത് ചെയ്തു? യാദോമേം എന്നുള്ളത് അവിടെ ഉണ്ട്. TV കി എടുത്ത് നമ്മൾ ഇവിടെ വെച്ചെടുത്തു. അപ്പോൾ എങ്ങനെയാണ്? ഗോപു TVയെ കുറിച്ചുള്ള ഓർമ്മകൾ. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞ? ഗോപു മുന്നോട്ട് പോകുന്നു, ഗോപു ഓർമ്മകളിൽ മുഴുകി മുന്നോട്ട് പോകുന്നു, ഗോപു TVയുടെ ഓർമ്മകളിൽ മുഴുകി മുന്നോട്ട് പോകുന്നു. ഇനി വീണ്ടും എന്താണ് ചേർക്കുന്നത്? ഗോപു TV കി സുന്ദർ യാദോമേം ഖോയാ ഹുവാ ആകെ ബെടുത്തേ. ഗോപു എന്ത് ചെയ്യുന്നു? TVയുടെ എങ്ങനത്തെ ഓർമ്മകൾ? സുന്ദർ യാദ്, നല്ല മനോഹരമായ ഓർമ്മകളിൽ, നല്ല ഓർമ്മകളിൽ എന്ത് ചെയ്യുന്നു? മുഴുകി മുന്നോട്ട് പോകുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. എന്നാൽ അതോടൊപ്പം ചെറിയ വാക്കുകൾ എഴുതിക്കൊണ്ട് നമുക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടീച്ചറിന് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്രാവശ്യം A+ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബെച്ചോ, ധന്യവാദം.